നമസ്കാരം. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ അന്വേഷണത്തിൽ അലംഭാവം കാട്ടിയ SHOയ്ക്ക് സസ്പെൻഷൻ. പന്തീരങ്കാവ് SHO AS സരിനെയാണ് സസ്പെൻഡ് ചെയ്തത്. കമ്മീഷണറുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് ഉത്തരമേഖല IG-യുടെ നടപടി. SHOയ്ക്കെതിരെ വകുപ്പുതല നടപടികളും ഉണ്ടാകും. ഗാർഹിക പീഡനത്തിനിരയായ പെൺകുട്ടി പറഞ്ഞ പല കാര്യങ്ങളും ഗൗരവമായി എടുത്തില്ലെന്നാണ് കണ്ടെത്തൽ. ഫറോക്ക് ACP സാജു കെ എബ്രഹാം കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ IG-യാണ് സസ്പെൻഡ് ചെയ്തത്. പന്തീരങ്കാവിൽ നവവധുവിനെ ഭർത്താവ് രാഹുൽ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് നടപടി. പോലീസിന്റെ വീഴ്ചകളെക്കുറിച്ച് യുവതി പറഞ്ഞ പരാതികൾ ഇങ്ങനെയാണ്: എന്നെ ആശുപത്രിയിൽ കാണിച്ച ശേഷമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പോലീസിന് മുന്നിലും അതേപടി പറഞ്ഞതാണ്. പക്ഷേ മൊബൈൽ ചാർജറിന്റെ കേബിൾ ഉപയോഗിച്ച് കഴുത്തു മുറുക്കി കൊല്ലാൻ ശ്രമിച്ചതുൾപ്പെടെ ഞാൻ പറഞ്ഞ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും അവർ രേഖപ്പെടുത്തിയില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ അറിഞ്ഞത്. ഞങ്ങളിവിടെ എത്തുന്നതിന് മുൻപേ രാഹുൽ എത്തിയിരുന്നു. പോലീസുകാരുടെ തോളിൽ സുഹൃത്തുക്കളെ പോലെ കൈയിട്ട് നടക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. ഒരു ഒത്തുതീർപ്പിനുള്ള ശ്രമമാണ് അവിടെ കണ്ടത്. ഇതെല്ലാം സ്വാഭാവികമല്ലേ? ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നടക്കുന്നതല്ലേ? എല്ലാം മറന്നേക്കൂ എന്നൊക്കെയാണ് പോലീസുകാർ പറഞ്ഞത്. CIയുടെ മുറിയിൽ ഞാനും അച്ഛനും രാഹുലുമാണ് ഉണ്ടായിരുന്നത്. ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. എന്നെ ഇത്രയും മർദ്ദിച്ചയാളുടെ കൂടെ തുടരാൻ താല്പര്യമില്ലെന്ന് ഞാൻ പറയുകയും ചെയ്തു. വിസ്മയ, ഉത്രയ തുടങ്ങിയവർക്ക് സംഭവിച്ച കാര്യങ്ങൾ അച്ഛൻ ചൂണ്ടിക്കാട്ടിയപ്പോൾ അതെല്ലാം റിപ്പോർട്ടർമാർ തള്ളിയുണ്ടാക്കുന്നതാണ്, അതിൽ വലിയ കാര്യമില്ല എന്നാണ് പറഞ്ഞത്. എങ്കിലും കേസെടുക്കണമെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ഇതിനൊക്കെ കേസുണ്ടോ എന്ന് ചോദിച്ച് പരിഹസിച്ചു. രാഹുലിന്റെ പക്ഷത്തു നിന്ന് സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയതെന്നും യുവതി പറഞ്ഞു. പെൺകുട്ടിയുടെ ആരോപണം ശരിയാണെന്ന് പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ മറുപടിയിൽ നിന്ന് വ്യക്തമായെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് P സതീദേവിയും പറഞ്ഞു. വനിതാ കമ്മീഷൻ ആസ്ഥാനത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. പരാതി കിട്ടിയതിനെ തുടർന്ന് ചൊവ്വാഴ്ച വൈകിട്ട് പെൺകുട്ടിയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചെന്നും നിയമപരവും ധാർമ്മികവുമായ എല്ലാ പിന്തുണയും പെൺകുട്ടിക്ക് വനിതാ കമ്മീഷൻ നൽകുമെന്നും സതീദേവി അറിയിച്ചു. ഭർതൃഗൃഹത്തിൽ ഗുരുതരമായ പീഡനത്തിന് പെൺകുട്ടി ഇരയായിട്ടുണ്ടെന്ന് കമ്മീഷന് ലഭിച്ച പരാതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി ചെന്നപ്പോഴുള്ള SHOയുടെ സമീപനം സംബന്ധിച്ചും പരാതിയിലുണ്ട്. ലഭിച്ച പരാതി ചൊവ്വാഴ്ച തന്നെ കമ്മീഷൻ രജിസ്റ്റർ ചെയ്തു. അന്ന് തന്നെ SHO ഫോണിൽ വിളിച്ച് സംസാരിച്ചു. ഗുരുതര പരാതി നൽകിയ പെൺകുട്ടിയോട് ഭർത്താവുമായി ഒത്തുപോകണമെന്ന് പോലീസ് നിർദ്ദേശിച്ചതായി ആരോപണമുണ്ട്. പെൺകുട്ടിയെ ചികിത്സിച്ച ഡോക്ടറുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തേണ്ടതായിരുന്നു. ശാരീരികമായി പീഡനമേൽപ്പിക്കാൻ ഭർത്താവിന് അവകാശമുണ്ടെന്ന് ധരിച്ചു വച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥർ പോലീസ് സേനയ്ക്ക് അപമാനമാണ്. ഈ ഉദ്യോഗസ്ഥരെ അന്വേഷണത്തിൽ നിന്നും മാറ്റിയതായി മനസ്സിലാക്കുന്നു. ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള നടപടിയാണ് ഉണ്ടായിട്ടുള്ളതെന്നും കുറ്റമറ്റതും ചിട്ടയ രീതിയിലുമുള്ള അന്വേഷണം നടക്കണമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു. അതേസമയം രാഹുലിനും കുടുംബത്തിനുമെതിരെ ആരോപണം കടുപ്പിക്കുകയാണ് യുവതിയുടെ പിതാവ്. രാഹുൽ ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്നും ഈ പശ്ചാത്തലത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തണമെന്നും യുവതിയുടെ പിതാവ് ആവശ്യപ്പെട്ടു. രാഹുൽ ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്ന് വിവരമുണ്ട്. അവിടെയുള്ള റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹിയാണ് ഇക്കാര്യം പറഞ്ഞത്. അതിനാൽ ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തണം. മർദ്ദനമേറ്റ് മകൾ നിലവിളിച്ചിട്ടും രാഹുലിന്റെ അമ്മയും സഹോദരിയും തിരിഞ്ഞു നോക്കിയില്ല. കുട്ടിയെ രക്ഷിക്കാനും ശ്രമിച്ചില്ല. അവർക്കെതിരെയും അന്വേഷണം വേണമെന്നും പിതാവ് പറഞ്ഞു. സ്ത്രീധനം ചോദിച്ചില്ലെന്ന രാഹുലിന്റെ മാതാവിന്റെ ആരോപണവും പിതാവ് തള്ളിക്കളഞ്ഞു. എന്റെ മകന്റെ പൊസിഷനൊക്കെ അറിയാമല്ലോ, അതനുസരിച്ച് നിങ്ങൾ കാര്യമായി ചെയ്യുമല്ലോ എന്നാണ് രാഹുൽ K. ഗോപാലിന്റെ അമ്മ ചോദിച്ചത്. മകളെ ഗുരുതരമായി മർദ്ദിച്ചില്ല എന്ന രാഹുലിന്റെ അമ്മയുടെ വാദം പച്ചക്കള്ളമാണെന്നും അദ്ദേഹം പറഞ്ഞു. അമ്മയുടെയും സഹോദരിയുടെയും ഒത്താശയോടെയാണ് മർദ്ദനം നടന്നിട്ടുള്ളതെന്നും ഇവരിലേക്ക് കൂടി അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാഹുലിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് യുവതിയുടെ പിതാവ് ഉന്നയിച്ചിട്ടുള്ളത്.